കേരള സർവകലാശാലയിലെ SFI പ്രതിഷേധത്തിൽ ഇടപെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കളക്ടറോടും വൈസ് ചാൻസലറോടും റിപ്പോർട്ട് തേടി. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും ഗവർണർ ചോദിച്ചു. വിശദാംശങ്ങൾ നൽകാൻ ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതിരൂക്ഷ വിമർശനവും ഒപ്പം ഇടപെടലും തേടിയിരിക്കുകയാണ്. ഇനി റിപ്പോർട്ടാണ് അറിയേണ്ടത്. രജനി, അനധികൃതമായ സർവകലാശാലയ്ക്കുള്ളിൽ സമരം നടത്തുന്ന SFI പ്രവർത്തകരുടെ അക്രമങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കളക്ടറോടും VC-യോടും വിശദീകരണം റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കളക്ടറോട് ഗവർണർ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ് ഗവർണർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് സർവകലാശാലയ്ക്കുള്ളിൽ അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് VC-ക്കെതിരെ SFI പ്രവർത്തകർ സമരം നടക്കുന്നത്. ഈ യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് KSU SFI തമ്മിൽ നടന്ന തർക്കവും അക്രമങ്ങളും അടിപിടികളും അത് ഹൈക്കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു യൂണിയനെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നത് അത് കോടതിക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC അനുമതി നിഷേധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും VC-യുടെ ചേംബറിനുള്ളിൽ കയറി വരെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയും കഴിഞ്ഞ 10 ദിവസമായിട്ട് അനധികൃതമായിട്ട് അതിനകത്ത് സമരപന്തൽ ഉൾപ്പെടെ സർവകലാശാലയ്ക്കുള്ളിൽ കെട്ടിക്കൊണ്ടുള്ള ഒരു സമരം, ആ സമരം അക്രമാസക്തമാകുന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചാൻസലർ ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗവർണറോടും VC-യോടും വിശദമായിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത സുരക്ഷാ വീഴ്ചയാണ് സർവകലാശാലയ്ക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. VC-യുടെ ചേംബർ ഉൾപ്പെടെ കൈയടക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് SFI കടന്നിരിക്കുന്നു. അപ്പോൾ പോലീസ് അവിടെ മൗനം പാലിക്കുന്നു എന്നൊരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ പോലീസ് കണ്ടില്ലാതെ നടിക്കുകയും അതോടൊപ്പം തന്നെ VC-യെ തന്നെ അല്ലെങ്കിൽ VC-യുടെ ചേംബറിൽ കയറി ഉപരോധം നടത്തുന്ന സാഹചര്യത്തിൽ കൂടി എത്തിയതുകൊണ്ടാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. രജനി, ശരി, ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.